ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. ഇടതുപക്ഷത്തിന് സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായതോടുകൂടി വിജയപ്രതീക്ഷ ഏറെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ. എന്നാൽ 2019 മണ്ഡല രൂപീകരണത്തിന് ശേഷം നാളിതുവരെ ഒരു പാർട്ടിക്കും വിട്ടുകൊടുക്കാതെ UDFിൻ്റെ കുത്തക സീറ്റായി നിലനിർത്തുന്ന MP ആൻഡോ ആന്റണി തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നതാണ് UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. എന്നാൽ കോൺഗ്രസ് വിട്ട BJPയിലേക്ക് വന്ന അനിൽ ആന്റണി NDA സ്ഥാനാർത്ഥിയായതോടുകൂടി തന്നെ വോട്ട് ഷെയറിൻ്റെ വർധനവും ശബരിമല വിഷയമടക്കമുള്ള കാര്യത്തിൽ BJPക്ക് കാര്യമായ വോട്ടും ലഭിച്ചിട്ടുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ BJPയിലേക്ക് വന്ന അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായതോടുകൂടി BJPക്കും വിജയപ്രതീക്ഷ ഏറെയാണ് പത്തനംതിട്ടയിൽ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും അരങ്ങുവാഴുന്ന ഒരു ലോക്സഭാ മണ്ഡലമായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. UDFും LDFും NDAയും ഒരേ സ്വരത്തിൽ എതിർകക്ഷികൾക്കെതിരെ കാര്യമായ രീതിയിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് പത്തനംതിട്ടയിൽ. ഏറ്റവും ഒടുവിൽ LDFിനെതിരായ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി. പോളിംഗ് ഓഫീസർമാരുടെ ലിസ്റ്റ് ചോർത്തി എന്നാണ് ഏറ്റവും ഒടുവിലായി UDF സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി ഉന്നയിക്കുന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി വ്യക്തമാക്കുന്നത്. ഒന്നിലധികം വോട്ടർ ID ഉണ്ടാക്കി വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ഞങ്ങൾ ഹാജരാക്കി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണ്. ഇവിടെ കള്ളയോട്ട് ചെയ്യാൻ വേണ്ടി വ്യാജ വോട്ടർ ID ഉണ്ടാക്കിയിരിക്കുന്നു. വ്യാജ വോട്ടർ ID ഉണ്ടാക്കി സ്ഥലത്തില്ലാത്തവരുടെയും പ്രവാസിയായി കഴിയുന്നവരുടെയും മറ്റു അങ്ങനെയുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ എല്ലാം പേരിൽ കള്ളയോട്ട് ചെയ്യാൻ CPM പാർട്ടി അടിസ്ഥാനത്തിൽ തീരുമാനിച്ച് അതിൻ്റെ പേരിൽ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞത് സത്യസന്ധമാണ് എന്ന് തെളിഞ്ഞു. അത് ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ഞങ്ങൾ കേരളത്തിലെ ചീഫ് ഇലക്ഷൻ ഓഫീസർ, ഡൽഹിയിലെ ഇലക്ഷൻ കമ്മീഷണർ അടക്കം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തരത്തിലും ഒരു കള്ളയോട്ടും അനുവദിക്കാത്ത തരത്തിൽ സ്ട്രിക്റ്റായ മിഷനറി ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അഷ്യൂർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ചെയ്യില്ലല്ലോ. ഇത് ഒരു സെക്ഷൻ ക്ലാർക്ക് മാത്രം ഉദ്ദേശിച്ചാൽ ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇതൊരു വലിയ ലോബിയാണ്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള വലിയൊരു ഉദ്യോഗസ്ഥ ലോബി ചെയ്ത ഒരു കുറ്റകൃത്യത്തിന് ഒരാളെ ബലിയാടാക്കിയതുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പക്ഷേ ഒരു കാര്യം, ഇത് ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്നും അത് കുറ്റകൃത്യമാണെന്നും അതിന് നടപടി എടുക്കേണ്ടതാണെന്നും ഉള്ള ഒരു ബോധ്യം ഇവിടെ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക്. ഇത് ഒരാൾ മാത്രമായിട്ട് പരാജയഭീതി ഉള്ളത് കൊണ്ട് തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ സഹയാത്രികരും വ്യാജ വോട്ടർ ID നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ആൻഡോ ആന്റണി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. സ്ഥലത്തില്ലാത്തവരും വിദേശത്ത് ജോലിക്ക് പോയവരുടെയും ഒക്കെ വ്യാജ രേഖകൾ ഉണ്ടാക്കി കള്ളവോട്ട് ചെയ്യിക്കുവാനുള്ള തന്ത്രപരമായ നീക്കം പത്തനംതിട്ടയിൽ നടക്കുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണം ഇതിനു മുമ്പും UDF ഉന്നയിച്ചിരുന്നു. അതിനെ ബലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പോളിംഗ് ഓഫീസർമാരുടെ വിവരങ്ങൾ ചോർത്തിയതെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും കടുത്ത പോരാട്ടം നടക്കുവാൻ സാധ്യതയേറെയുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് തലേ ദിവസങ്ങളിലും UDF. കാര്യമായ രീതിയിലുള്ള പോരാട്ടം നടക്കുന്ന പത്തനംതിട്ടയിൽ വിജയപ്രതീക്ഷ ആർക്കാണ് എന്ന ചോദ്യമുയരുമ്പോഴും അടിയൊഴുക്കിന് സാധ്യതയുണ്ടാകില്ലേ എന്ന ചോദ്യവും ബലപ്പെട്ട് ഉയരുന്ന ഒന്ന് തന്നെയാണ്. പത്തനംതിട്ട ഇക്കുറിയും UDFിന് ലഭിക്കുമോ എന്ന ചോദ്യത്തിനും NDAക്ക് അപ്രതീക്ഷിതമായ ഒരു വിജയം കരസ്ഥമാക്കുവാൻ പത്തനംതിട്ടയിൽ ഇടമുണ്ടോ എന്ന ചോദ്യത്തിനും LDFിൻ്റെ സ്ഥാനാർത്ഥിയും സാമ്പത്തിക വിദഗ്ധനുമായ തോമസ് ഐസക്കിൻ്റെ വ്യക്തിപ്രഭ ഇടതുപക്ഷത്തിന് പുതിയൊരു മാനം പത്തനംതിട്ടയിൽ ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യവും ഒപ്പത്തിനൊപ്പം ഉയർന്നു നിൽക്കുമ്പോൾ ഈ ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് ആർക്കായിരിക്കും അവിടെ വിജയ സാധ്യത? അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ UDFിന് തന്നെ തിരിച്ചടിയായി മാറുമോ?